സുരേഷ് ഗോപി വിഷയത്തിൽ പ്രതിഷേധിച്ച് ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ചടയമംഗലത്ത് നടന്ന മാർച്ചിൽ പാർട്ടി നേതാക്കളും പ്രവർത്തകരും പങ്കെടുക്കുകയും സർക്കാരിന്റെ നിലപാടിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്തു. തൃശൂർ MP ശ്രീ സുരേഷ് ഗോപിയുടെ അന്തസ്സിനെയും ജനങ്ങളുടെ വിശ്വാസത്തെയും ബാധിക്കുന്ന നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്ന് നേതാക്കൾ ആരോപിച്ചു. ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അനീതികൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്നതിനും BJP പ്രതിജ്ഞാബദ്ധമാണെന്ന് അവർ പറഞ്ഞു. ഇന്നലെ CPM-ന്റെ ക്രിമിനലുകൾ നടത്തിയ എയർവാച്ചിക്കെതിരെ അതിനെതിരെ BJP തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രതിഷേധത്തിൽ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റിനെതിരെ ക്രൂരമായ മർദ്ദനം വഹിച്ചുവിട്ട പോലീസ് നേതൃത്വത്തിനെതിരെ സംസ്ഥാനവ്യാപകമായി എല്ലാ മണ്ഡലാടിസ്ഥാനത്തിലും നടക്കുന്ന പ്രതിഷേധ പ്രകടനമാണ് ഇന്ന് ചടയമംഗലം മണ്ഡലത്തിൽ നടന്നത്. ഈ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്നേഹനായിട്ടുള്ള മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ബബുൽ ദേവ്ജിയെ ക്ഷണിച്ചുകൊള്ളു. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും ചടയമംഗലം മണ്ഡലത്തിൻ്റെ പ്രസിഡന്റുമായിട്ടുള്ള ജയകുമാർജി, ബഹുമാനപ്പെട്ട പാർട്ടിയുടെ നേതാക്കളായ സിനു, അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള സുഭാഷ് ചേട്ടൻ, രാജീവണ്ണൻ, ഏരിയ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള ഉണ്ണിച്ചേട്ടൻ തുടങ്ങി മുതിർന്ന മുഴുവൻ നേതാക്കളെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര അടയാളത്തിൽ നിന്നും 75,000 വോട്ടുകൾ വാങ്ങി തൃശ്ശൂരിൽ വിജയിച്ച തൃശ്ശൂരിൻ്റെ MP-യും ഇന്ന് രാജ്യം ഉറ്റുനോക്കുന്ന
കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐയുടെ ചില പട്ടികൾ, ചില തെരുവ് നായ്ക്കൾ കഴിഞ്ഞ ദിവസം കടിപിടി കൂടിയതിനു ശേഷം എത്തിച്ചേരുകയും അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് ഓഫീസിൻ്റെ ബോർഡ് വെച്ചിരുന്ന സ്ഥലത്ത് കരിയോയിൽ ഒഴിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ആ മതിലിന് മുകളിലേക്ക് കയറുന്ന ഡിവൈഎഫ്ഐക്കാരന് കൈപിടിച്ച് താങ്ങായി നിൽക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് ഉൾപ്പെടെയുള്ള സമരങ്ങളിൽ, ഗവർണർമാർക്കുൾപ്പെടെയുള്ള സമരങ്ങളിലെല്ലാം തന്നെ SFIയും ഡിവൈഎഫ്ഐയും CPMഉം സമരം ചെയ്യുമ്പോൾ അവർക്ക് കൈപിടിച്ച് കൊടുക്കുന്ന വെറും വീട്ടുവേലക്കാരായിട്ട് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സമാധാന അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് തൃശ്ശൂരിൽ ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങളുടെ വോട്ട് കൊണ്ടാണ് വിജയിച്ചു വന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യ തലസ്ഥാനത്ത് നിന്നും രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ഇരട്ട വോട്ട് വിവാദം മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ തിരുവനന്തപുരത്ത് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്ന CPMന്റെയും കോൺഗ്രസിന്റെയും രാഷ്ട്രീയ മുഖങ്ങളെ തുറന്നു കാണിച്ചുകൊണ്ട് അനൂപ് ആന്റണി നമുക്ക് മുന്നിലേക്ക് വെക്കുകയുണ്ടായി. രൂപീകരിച്ചെടുത്ത് ജയിക്കുവാൻ വേണ്ടിയിട്ട് വോട്ടുകളുടെ കാര്യത്തിൽ ക്രമക്കേടുകൾ നടത്തിയ CPM തൃശ്ശൂരിൽ അക്രമത്തിന്റെ പാതയിലാണ്. ഡിവൈഎഫ്ഐയുടെ ഏതോ ചാവാലിപ്പട്ടികളെ ഈ രാജ്യം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് പറഞ്ഞുവിട്ട് തൃശ്ശൂരിന്റെ സമാധാന അന്തരീക്ഷം ഡിവൈഎഫ്ഐക്കാരനും CPMകാരനും തകർക്കാമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ പ്രിയമുള്ള CPMകാരനോട് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയുവാനുള്ളത്, കണ്ണൂരിൽ കരിയില പോലും രക്തം ചിന്തുന്ന സ്ഥലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയും RSSഉം പേടിച്ചിട്ടില്ല. പിന്നെയാണ് തൃശ്ശൂരിന്റെ അതിശക്തമായ ശക്തന്റെ മണ്ണിൽ ഭാരതീയ ജനതാ പാർട്ടി പേടിക്കുന്നത്. ശ്രീ വിഷനിലേക്ക് സ്വാഗതം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക.